നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെർള ഏൽക്കാനയിൽ അമ്മയും 2.5 വയസ്സുള്ള മകളും കുളത്തിൽ മുങ്ങി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ദണ്ഡികെ മൂലയിലെ പരമേശ്വരി, മകൾ പത്മിനി എന്നിവരാണ് മരിച്ചത്. ആഡംബര വാഹനങ്ങളുമായുള്ള ക്രിക്കറ്റ് കളിയിലെ വിജയാഘോഷം അതിരുവിട്ടു. 15 വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെ കേസ്. നീർച്ചാൽ മേലെ ബസാറിലെ ആയുർവേദ മരുന്ന് കടയിലെത്തി ഉടമയുടെ മാല പൊട്ടിച്ചോടിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. ഉപഭോക്തൃ സേവനം ഇനി കൂടുതൽ മികച്ചതാകും. PCN ക്ലസ്റ്റർ 11 സ്കൂട്ടറുകൾ പുറത്തിറക്കി. ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ച് തലപ്പാടി ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റി. ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് സമാന്തര റോഡ് നിർമ്മാണം. മഞ്ചേശ്വരത്തെ KPSTA പ്രതിഷേധ സംഗമം നടത്തി. അലീന ടീച്ചറുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡിനെ സംഗീത നിറവേകി മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികാഘോഷം. മ്യൂസിക്കൽ നൈറ്റ്, ആദരിക്കൽ ചടങ്ങ് തുടങ്ങി പരിപാടികൾ ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പെർള ഏൽക്കാനയിൽ അമ്മയും 2.5 വയസ്സുള്ള മകളും കുളത്തിൽ മുങ്ങി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ദണ്ഡികെ മൂലയിലെ പരമേശ്വരി, മകൾ പത്മിനി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെർള ഏൽക്കാനയിൽ വീടിന് സമീപത്തുള്ള തോട്ടത്തിലെ കുളത്തിലാണ് അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെർള ഏൽക്കാന ദണ്ഡികമൂലയിലെ പരമേശ്വരി, മകൾ 2.5 വയസ്സുകാരി പത്മിനി എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവ് ഈശ്വർ നായ്ക്ക് കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യ പരമേശ്വരിയെയും മകളെയും കാണാതായ വിവരം അറിഞ്ഞത്. വീട്ടിൽ കിടപ്പുരോഗിയായ സഹോദരൻ ശിവപ്പ നായ്ക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തോട്ടത്തിലെ കുളത്തിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പരമേശ്വരി മുങ്ങിപ്പോകുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്രിക്കറ്റ് കളിയിൽ നേടിയ വിജയാഹ്ലാദം. തൃക്കരിപ്പൂർ പടന്നയിൽ ആഡംബര വാഹനങ്ങളിൽ അതിരുവിട്ടതോടെ പോലീസ് 15 വാഹനങ്ങൾ ഓടിച്ചവർക്കെതിരെ കേസെടുത്തു. താറും ബെൻസും ക്രെറ്റയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയാണ് ചന്ദേര SI KP സതീഷ് കേസെടുത്തത്. പടന്ന ടൗണിലെ പ്രധാന റോഡിലൂടെ ക്രിക്കറ്റ് കളിയിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ആഡംബര വാഹനങ്ങളിൽ നടത്തിയവർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പടന്ന ടൗണിനടുത്തുള്ള വടക്കേപ്പുറത്തു നിന്നും ഓരിമുക്ക് ഭാഗത്തേക്ക് റോഡ് നിയമങ്ങൾ ലംഘിച്ച് അജാഗ്രതയിൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾ ഓടിച്ചവർക്കെതിരെയാണ് ചന്ദേര പ്രിൻസിപ്പൽ SI KP സതീഷ് കേസെടുത്തത്. താർ, ബെൻസ്, ക്രെറ്റ കാറുകൾ, ഗുഡ്സ് മിനി വാൻ, ബൈക്കുകൾ ഉൾപ്പെടെ 15 വാഹനങ്ങളാണ് റാലിയായി ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു. പടന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ടൗണിലെ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിമിത ഓവർ ക്രിക്കറ്റ് മത്സരത്തിലെ വിജയാഹ്ലാദത്തിനിടയിലാണ് ട്രോഫികൾ കയറ്റി വാഹന റാലി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നീർച്ചാൽ മേലെ ബസാറിലെ ആയുർവേദ മരുന്ന് കടയിലെത്തി ഉടമയുടെ മാല പൊട്ടിച്ചോടിയ കുപ്രസിദ്ധ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. പുത്തൂർ സ്വദേശികളായ അസ്കർ അലി, BA നൌഷാദ് എന്നിവരാണ് ബദിയടുക്ക പോലീസിന്റെ പിടിയിലായത്. ആയുർവേദ മരുന്ന് കടയിലെത്തി ഉടമയുടെ 3.5 പവൻ സ്വർണ്ണമാല പൊട്ടിച്ചോടിയ കുപ്രസിദ്ധ ക്രിമിനൽ സംഘം അറസ്റ്റിൽ. കർണാടക പുത്തൂർ കുഞ്ചൂർ പഞ്ച സ്വദേശി ഷംസുദ്ദീൻ അസ്കർ അലി, പുത്തൂർ ബന്നൂരിലെ BA നൌഷാദ് എന്നിവരെയാണ് ബദിയടുക്ക പോലീസ് ഇൻസ്പെക്ടർ K സുധീർ, SI KK നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ മാല പ്രതികളുടെ സഹായത്തോടെ കണ്ടെടുത്തു. ഫെബ്രുവരി 11 നീർച്ചാൽ മേലെ ബസാറിലെ ആയുർവേദ കടയിലാണ് കേസിനാസ്പദമായ സംഭവം. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 പേരിൽ ഒരാൾ ആയുർവേദ കടയിലെത്തി നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചു. കടയുടമയായ SN സരോജിനി മരുന്ന് നൽകുന്നതിനിടയിൽ യുവാവ് മാല പൊട്ടിച്ചോടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ബദിയടുക്ക പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ ദിവസങ്ങൾക്കകം പിടികൂടിയത്. ഇരുവർക്കുമെതിരെ കർണാടകയിൽ നിരവധി കേസുകളുണ്ടെന്നും നൌഷാദിനെതിരെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മുക്കുമണ്ടം പണയം വെച്ചതിന് കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ്, CPOമാരായ ഹരീഷ്, ശ്രീനീഷ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡിന് കീഴിൽ ഉദുമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PCN CSC ക്ലസ്റ്റർ ഉപഭോക്താക്കൾക്ക് മികച്ച സർവീസ് ലഭ്യമാക്കുന്നതിനായി 11 പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കി. CCN ചെയർമാൻ K. പ്രദീപ് കുമാർ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിൽ ഉദുമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PCN CSC ക്ലസ്റ്റർ ഉപഭോക്താക്കൾക്ക് മികച്ച സർവീസ് ലഭ്യമാക്കുന്നതിനായി ഹീറോ കമ്പനിയുടെ 11 പുതിയ വിധ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കി. പാലക്കുന്നിലെ ക്ലസ്റ്റർ ഓഫീസ് പരിസരത്ത് വെച്ച് CCN ചെയർമാൻ K. പ്രദീപ് കുമാർ സ്കൂട്ടറുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. PCNലുള്ള ഈ ഒരു ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നത് അത് CC എന്നുള്ള കമ്പനിയിൽ നല്ല അഭിമാനമുണ്ട്. ഇപ്പം ഇത്ര 10 നമുക്ക് വണ്ടികളാണ് നിങ്ങൾ ഒന്നിച്ചെടുത്തത്. അത് കസ്റ്റമറുടെ സേവനത്തിനും പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടിയാകുമ്പം വരും കാലഘട്ടത്തിലേക്കുള്ള ഒരു ആവശ്യമായിട്ട് അത് നിങ്ങൾ ആ കാഴ്ചപ്പാട് കൊണ്ടുതന്നെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഈ ക്ലസ്റ്ററിൻ്റെ ഓരോ ആൾക്കാരും ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ഡയറക്ടർ M. ലോഹിതാക്ഷൻ, PCN CSC ക്ലസ്റ്റർ ഡയറക്ടർ അബ്ദുല്ല കുഞ്ഞിക്ക് താക്കോൽ കൈമാറി. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സുനിൽകുമാർ, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. ക്ലസ്റ്റർ MD K. മണികണ്ഠൻ സ്വാഗതവും ചെയർമാൻ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. പ്രവർത്തന പരിധിയിലെ 5500ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് സമയബന്ധിതമായി സർവീസ് നൽകുന്നതോടൊപ്പം മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ഇന്ധനച്ചെലവ് ലഘൂകരിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ദീർഘവീക്ഷണത്തോടുകൂടി ക്ലസ്റ്റർ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പിലാക്കുന്നതും. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ക്ലസ്റ്റർ യൂണിറ്റിന് കീഴിൽ ഒരേ സമയം ഇത്രയും വാഹനങ്ങൾ കേബിൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത്. PCN CSC ക്ലസ്റ്ററിലെ ഓപ്പറേറ്റർമാർക്ക് പുറമെ ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ച് തലപ്പാടി ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റി. ടോൾ പിരിവിന്റെ കാര്യത്തിൽ തലപ്പാടി ടോൾ ഗേറ്റ് അധികൃതർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ആരോപിച്ച് നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് റോഡ് നിർമ്മിക്കുന്നത്. മരിയാശ്രമ പള്ളിക്ക് പിന്നിലുള്ള പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലം ഉൾപ്പെടെ നിർമ്മിച്ചായിരിക്കും റോഡ് യാഥാർത്ഥ്യമാക്കുക. ടോൾ പിരിവിന്റെ കാര്യത്തിൽ തലപ്പാടി ടോൾ ഗേറ്റ് അധികൃതർ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സമരം ശക്തമാകുന്നു. ടോൾ ഗേറ്റിന് സമീപവാസികളിൽ നിന്നും പണം പിരിക്കില്ലെന്നാണ് ടോൾ ഗേറ്റ് അധികൃതർ ആദ്യം അറിയിച്ചത്. പിന്നീട് ടോൾ ഗേറ്റിന് സമീപത്തുള്ള കേരളത്തിൽ നിന്നുള്ളവരിൽ നിന്നും പണം വാങ്ങുകയും കർണാടക ഭാഗത്തെ സമീപവാസികളിൽ നിന്നും പണം വാങ്ങാതിരിക്കുകയാണെന്നും പറയുന്നു. കൂടാതെ യാത്രക്കാരോട് ടോൾ ഗേറ്റ് അധികൃതർ ഗുണ്ടായിസം കാണിക്കുന്നതായും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭ രംഗത്തിറങ്ങിയത്. സമീപത്തെ ബന്ധു വീടുകളിൽ ഉൾപ്പെടെ പോകുമ്പോൾ പോലും ടോൾ കൊടുക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നതിനായി ടോൾ ഗേറ്റിന് സമാന്തരമായി ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക എന്ന പ്രതിഷേധ മാർഗമാണ് ആക്ഷൻ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മരിയാശ്രമ പള്ളിക്ക് പിന്നിലുള്ള പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലമുൾപ്പെടെ നിർമ്മിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി മരിയാശ്രമ പള്ളിയുടെ പിന്നിൽ നിന്നും റോഡ് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബുൾഡോസറുകൾ ഉൾപ്പെടെ എത്തിച്ചാണ് റോഡ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. പാലത്തിനാവശ്യമായ പണം മഞ്ചേശ്വരം MLA തൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിക്കുവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞതും റോഡ് നിർമ്മാണത്തിന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പിന്തുണ നൽകുന്നതും ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുവാൻ സഹായകരമാകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. വെള്ളിയാഴ്ച ആരംഭിച്ച റോഡ് പ്രവൃത്തിക്ക് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സഞ്ജീവ ഷെട്ടി, അഷ്റഫ് ബഡാജെ, ജബ്ബാർ പദവ്, SM ബഷീർ, ഹനീഫ് കുച്ചിക്കാട്, കുഞ്ഞി, അലിക്കുട്ടി, സക്കറിയ, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ബദൽ സംവിധാനം ദേശീയപാതയിൽ ടോള് നൽകി കൊടുത്ത് പോകേണ്ടി വരുന്ന ഒരു നീതിക്ക് യുക്തമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന് പ്രതിഷേധിച്ച് നടക്കുന്ന ഈ ബദൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നതോടുകൂടെ ഇവിടെ തലപ്പാടിയുടെയും മഞ്ചേശ്വരത്തിൻ്റെയും ജനങ്ങൾക്ക് ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. ഇതിന് ജനകീയമായ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കാസർഗോഡ് മധൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മധൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ വാർഷികം വിവിധ കലാപരിപാടികളോടുകൂടി ആഘോഷമാക്കി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരവീതിയുടെ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ഒരുപാട് പേരെ ഉന്നതിയിലെത്തിച്ച ഒരു വിദ്യാലയം തന്നെയാണ് നമ്മുടെ ഈ മധൂർ സ്കൂൾ. ഈ വിദ്യാലയത്തിൽ നിന്ന് ഒരുപാട് പേർ ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നമ്മുടെ താഴെത്തട്ടിലുള്ള പഠനം തന്നെയാണ്. PTA പ്രസിഡന്റ് നരേന്ദ്ര KP അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DEO ദിനേശ് V, AEO അഗസ്റ്റിൻ ബെർണാഡ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. SRG കൺവീനർ ദേവകി ദേവി റിപ്പോർട്ട് അവതരണം നടത്തി. പരിപാടിയിൽ 4ാം തരം വിദ്യാർത്ഥിനി തേജസ്വിനി CHന്റെ പുസ്തകമായ മഴവില്ല് പ്രകാശനവും നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, വാർഡ് മെമ്പർ ബഷീർ, ഗൈഡ് ജില്ലാ കമ്മീഷണർ ശ്രീകുമാരി, മധൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി നാരായണ മൂല്യ, CRC കോർഡിനേറ്റർ ശ്രുതി, സൈക്കോളജിസ്റ്റ് നവീൻ എല്ലങ്കള, പത്മരാജ്, ജാസിർ അബ്ബാസ്, അനിത PK, സന്ധ്യശ്രീ, ഹമീദത്ത് ഹമീദ്, സതീഷ്, ഗോപാൽ നായക് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ B സ്വാഗതവും അധ്യാപിക ശശികല K നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ മേച്ചപ്പാറയിൽ പുലി തിന്നതെന്ന് സംശയിക്കുന്ന തെരുവ് നായയുടെ പാതിജഡം കണ്ടെത്തി. സ്ഥിരമായി കുമ്പള ഭാഗത്ത് അലഞ്ഞു തിരിയുന്ന തെരുവ് നായയാണ് പുലിയുടെ ഇരയായത്. പിൻഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു ജഡമുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് പോലീസും വനപാലകരും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മീങ്ങോത്തെ റബ്ബർ തോട്ടത്തിലും പുലിയെ കണ്ടിരുന്നു. ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് അന്ന് പുലിയെ കണ്ട വിവരം പുറത്തുവിട്ടത്. ഒരേ പ്രദേശത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കണ്ടതോടെ നാടാകെ ഭീതിയിലായിരിക്കുകയാണ്.
മഞ്ചേശ്വരത്ത് KPSTA നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. അധ്യാപിക അലീന ടീച്ചറുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക അലീന ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് ആരോപിച്ച് മഞ്ചേശ്വരത്ത് KPSTA നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. KPSTA മഞ്ചേശ്വരം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നിയമന അംഗീകാര കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന അശ്രദ്ധയും പകപോക്കലും കാര്യക്ഷമതയില്ലായ്മയും കാരണം നിയമന അംഗീകാര നിഷേധം നേരിട്ട അലീന ടീച്ചറുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് KPSTA മഞ്ചേശ്വരം ഉപജില്ലാ കമ്മിറ്റി ആരോപിച്ചു. സംഗമം KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിമൽ അടിയോടി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ഗോൾഡൻ റഹ്മാൻ, ശ്രീനിവാസൻ KH, സുകേശ മഞ്ചേശ്വരം, കൃഷ്ണരാജ് കോളിയൂർ എന്നിവർ സംസാരിച്ചു. OM റഷീദ് സ്വാഗതവും പ്രസീത കുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വലിയപറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസുകാരുടെ 3ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ മൈതാനിയിൽ നടന്നു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2 വർഷത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ശനിയാഴ്ച സ്കൂളിൽ നടന്നത്. 2 പ്ലാറ്റൂണുകളിലായി 42 കേഡറ്റുകളാണ് പങ്കെടുത്തത്. സ്കൂൾ മൈതാനിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ കാസർഗോഡ് DYSP CK സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾക്ക് SI KP സതീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K അനിൽകുമാർ, PTA പ്രസിഡന്റ് NK മുഹമ്മദ് കുഞ്ഞി, സ്കൂൾ പ്രധാനാധ്യാപിക CK ലത, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ KV സുരേഷ്, VV ലിഷ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ KV ബിജു മാസ്റ്റർ, M ശ്രീന, K ദിനേശൻ, K ആയിഷ എന്നിവർ സംസാരിച്ചു. പരേഡ് കമാൻഡർമാരും പ്ലാറ്റൂൺ കമാൻഡർമാരും പരിശീലകരും DYSP CK സുനിൽകുമാറിൽ നിന്നും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ആപ്പിസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2ാം ബിരുദദാന ചടങ്ങ് വിപുലമായ പരിപാടികളോടെ നടന്നു. IMA കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര ഉദ്ഘാടനം ചെയ്തു. ആപ്പീസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളായ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി എന്നിവയിൽ ഈ വർഷം വിജയകരമായി പഠനം പൂർത്തിയാക്കിയ 103 വിദ്യാർത്ഥികളാണ് ബിരുദം കരസ്ഥമാക്കിയത്. ബിരുദദാന ചടങ്ങ് IMA കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാത്തിമത്ത് സൗജാന അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് വിഷൻ സെന്റർ MD ഡോക്ടർ രാകേഷ്, വിൻടച്ച് ഹോസ്പിറ്റൽ COO AV കൃഷ്ണൻ, ആപ്പീസ് MD അബ്യാസർ KP എന്നിവർ സംബന്ധിച്ചു. ആപ്പീസ് CO മുഹമ്മദ് അസ്ലം BS സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഫായിസ് നന്ദിയും പറഞ്ഞു. ബാച്ചിലർ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആപ്പീസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8281363111 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡിനെ സംഗീത നിറവേകി മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികാഘോഷം. കാസിനോവ സംഗീത് കിഷോർ കുമാർ ഫാൻസ് അസോസിയേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന മ്യൂസിക്കൽ നൈറ്റും ഒപ്പം നടന്ന ആദരിക്കൽ ചടങ്ങും ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയായ മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികാഘോഷം കാസർഗോഡിനെ സംഗീത സാന്ദ്രമാക്കി. കാസിനോവ സംഗീത് കിഷോർ കുമാർ ഫാൻസ് അസോസിയേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. കാസർഗോഡ് ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഭരതനെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സംഗീത ഈ കൂട്ടായ്മ ഞാൻ കാസർഗോഡ് 40 വർഷമായി. എന്നെ ഈ ഒരു രീതിയിൽ ആദരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുവെ എന്നെ അറിയപ്പെടുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ
കസിനോ എവൻസ് വളരെ വലിയ ഷെഫാണ്. അതുപോലെ റാബി, അതുപോലെ തന്നെ നമ്മുടെ ഹനീഫ് കോഴിയെടുത്ത്, അതുപോലെ എഴുതിയിരിക്കുന്ന പലരും കുറേ ഒക്കെ എന്നെ അറിയാം. എന്നാലും ഈ ഒരു ആദരം വളരെ സന്തോഷമുണ്ട്. ബഷീർ തായലങ്ങാടി, യഹിയ തളങ്കര, വിൻസെന്റ്, ഹമീദ് കോളിയടുക്കം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ഹനീഫ് KM എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മ്യൂസിക് നൈറ്റിൽ കിഷോർ കുമാറിൻ്റെയും മുകേഷിൻ്റെയും മുഹമ്മദ് റഫിയുടെയും ലതാ മങ്കേഷ്കറിൻ്റെയും ഗാനങ്ങൾ സദസ്സിന് സംഗീത മധുരിമ പകർന്നു. ഹനീഫ് മാംഗ്ലൂർ, സമീർ കാസിനോവ, മുരളി ദാമോദർ, ശ്രേയ മുരളി, സൗമ്യ മാംഗ്ലൂർ, ഐഷ ഇസ്മായിൽ, ഹംസ കണ്ടത്തിൽ, റാഫി ചെമ്മനാട് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കാസർഗോഡ് ജില്ലാ സെയിൽസ് ടാക്സ് ഓഫീസർ ജയരാജ് പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPSTA ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സംവരണത്തിന്റെ പേര് പറഞ്ഞ് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനാംഗീകാരം നിഷേധിക്കുന്ന നടപടിയിലൂടെ സർക്കാർ അധ്യാപക മരണങ്ങൾക്ക് ഉത്തരവാദിയാവുകയാണെന്ന് KPSTA ഹോസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്ത ആയിരക്കണക്കിന് അധ്യാപകർ മരണപാതയിലാണെന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക പരാധീനതകൾ മറികടക്കാനുള്ള സൂത്രവിദ്യയായി കോടതി ഉത്തരവിനെ ഉപയോഗിക്കുകയാണ് ഈ സർക്കാരെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച് രൂക്ഷമായ സമരത്തിലേക്ക് അധ്യാപക സമൂഹത്തെ നയിക്കാതിരിക്കണമെന്നും KPSTA പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. ഉപജില്ലാ പ്രസിഡന്റ് രതീശൻ P അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ അനിൽകുമാർ, അലൂഷ്യസ് ജോർജ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സിഞ്ചു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി സമാപനം ഞായറാഴ്ച നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനാകും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സോവനീറിന്റെ പ്രകാശനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ബാർ കൗൺസിലുമായി സഹകരിച്ച് നടത്തുന്ന സെമിനാറിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് M ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഹോസ്ദുർഗ് ബാറിൽ 50 വർഷം പൂർത്തിയാക്കിയ സീനിയർ അഭിഭാഷകരായി ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നവരെ ആദരിക്കും. കാഞ്ഞങ്ങാട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ 75 വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടക സമിതിയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് പൊതുവെ ഉള്ള വിവരങ്ങൾ കുറേ കഴിഞ്ഞ് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ആഘോഷ പരിപാടികളെ സംബന്ധിച്ചും 23-ാം തീയതി നടക്കാൻ പോകുന്ന പരിപാടിയെ സംബന്ധിച്ചും ഈ നിയമ പഠന സംവിധാനത്തിന് ഇവർ ഗ്രാമങ്ങളിലൊക്കെ പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു നല്ല വാർത്ത പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം. വാർത്താ സമ്മേളനത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് M സിജോസ്, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് P നാരായണൻ, വോളണ്ടിയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രമാദേവി, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോ സെബാസ്റ്റ്യൻ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PK സതീശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ സൈക്യാട്രി വിഭാഗം മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രഗത്ഭ മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സണ്ണി മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. മാനസികാരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്ന രോഗികൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും അവർക്ക് കരുതലും പിന്തുണയും ഏറെ നൽകേണ്ടതാണെന്നും പ്രഗത്ഭ മനോരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ സണ്ണി മാത്യു പറഞ്ഞു. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ സൈക്യാട്രി വിഭാഗം സംഘടിപ്പിച്ച മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷമായിട്ടുണ്ടാകുന്ന ഇമോഷനാണ് ടെൻഷൻ. മനസ്സിലായില്ല? ആമതി ഗർഭിണിയാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഇമോഷനാണ് സ്ട്രെസ്. ഒരേ സമയം ഭാര്യ ആമതി ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷനാണ് പാനിക്.
മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ, നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ്, സ്കൂൾ ഓഫ് നഴ്സിംഗ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ക്ലാസിൽ പങ്കെടുത്തു. മൻസൂർ ഹോസ്പിറ്റൽ സൈക്യാട്രി വിഭാഗത്തിൽ സേവനം ലഭ്യമാണെന്ന് ഡോക്ടർ സണ്ണി മാത്യു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിയമന അംഗീകാരം നിഷേധിച്ച കേരള സർക്കാരിന്റെ നടപടിയെ തുടർന്ന് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ അലീന ബെന്നിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ സംഗമം നടത്തി. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അധ്യാപിക അലീന ബെന്നിയുടെ മരണം നടന്നത്. KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമല്ല, അവർക്കെന്തായിരുന്നു, കൊടിവെച്ച കാറ് പോകാം, മണിമന്ദിരങ്ങളുണ്ട്, PA ഉണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. ഈ വേളയിലാണ് കേരളത്തിലെ ഒരു അധ്യാപിക തൂങ്ങി മരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മുന്നോട്ട് വന്നത്. എന്തിനു വേണ്ടി? ഇതുപോലെ ഒട്ടേറെ അധ്യാപകർ ദൈനംദിനമായിട്ട് ശമ്പളം കിട്ടാതെ മാസങ്ങളായി വർഷങ്ങളായി കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് T. മധുസൂദനൻ, CP പ്രീതി, PC ചിത്രേഷ്, ടോം പ്രസാദ്, നിർമ്മല പോൾ, ജാസ്മിൻ തോമസ്, A. അനീഷ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സംഗമത്തിൽ വനിതാ അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കട്ടയിലുള്ള പാടി നെക്രാജെ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. നികുതി വർധനവിനും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കുമെതിരെയെന്ന മുദ്രാവാക്യമുയർത്തി KPCC ആഹ്വാനപ്രകാരം ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കട്ടയിലുള്ള പാടി നെക്രാജെ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CV ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ബജറ്റിലെ നിത്യോപസാധനങ്ങളടക്കം എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടുകയും ഭൂനികുതി 50% വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. അത്രമാത്രം നികുതി കൂട്ടുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ച് അണിനിരക്കണമെന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ BA ഇസ്മായിൽ, K. കുഞ്ഞികൃഷ്ണൻ നായർ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ BA ഇസ്മായിൽ, K. കുഞ്ഞികൃഷ്ണൻ നായർ, M. പുരുഷോത്തമൻ നായർ, നേതാക്കളായ ഖാൻ പൈക്ക, B. മൊയ്തീൻ കുഞ്ഞി, റഫീഖ് നായന്മാർമൂല, ശ്രീധരൻ ആചാരി, മണ്ഡലം ഭാരവാഹികളായ രാധാകൃഷ്ണ പൈക്ക, E. വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെർള ഏൽക്കാനയിൽ അമ്മയും 2.5 വയസ്സുള്ള മകളും കുളത്തിൽ മുങ്ങി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ദണ്ഡികെ മൂലയിലെ പരമേശ്വരി, മകൾ പത്മിനി എന്നിവരാണ് മരിച്ചത്. ആഡംബര വാഹനങ്ങളുമായുള്ള ക്രിക്കറ്റ് കളിയിലെ വിജയാഘോഷം അതിരുവിട്ടു. 15 വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെ കേസ്. നീർച്ചാൽ മേലെ ബസാറിലെ ആയുർവേദ മരുന്ന് കടയിലെത്തി ഉടമയുടെ മാല പൊട്ടിച്ചോടിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. ഉപഭോക്തൃ സേവനം ഇനി കൂടുതൽ മികച്ചതാകും. PCN ക്ലസ്റ്റർ 11 സ്കൂട്ടറുകൾ പുറത്തിറക്കി. ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ച് തലപ്പാടി ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റി. ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് സമാന്തര റോഡ് നിർമ്മാണം. മഞ്ചേശ്വരത്തെ KPSTA പ്രതിഷേധ സംഗമം നടത്തി. അലീന ടീച്ചറുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കാസർഗോഡിനെ സംഗീത നിറവേകി മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികാഘോഷം. മ്യൂസിക്കൽ നൈറ്റ്, ആദരിക്കൽ ചടങ്ങ് തുടങ്ങി പരിപാടികൾ ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.